ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായമായിട്ടുള്ള സർക്കിൾസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ആദ്യം നമുക്ക് എന്തറിയണം? ഈ സർക്കിളിനെ പറ്റിയിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് സർക്കിൾ. സർക്കിൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ആദ്യം അറിയേണ്ട ഒരു സർക്കിളിൻ്റെ അറിയേണ്ട ബേസിക് കാര്യങ്ങൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നോക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കിളിൻ്റെ ഡയാമീറ്റർ, റേഡിയസ്, അതൊക്കെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം അതൊന്ന് നോക്കാം. ഇത് ഒരു സർക്കിള്. ആ സർക്കിളിൻ്റെ ഇതെന്താണ്? സെൻറ്റർ ഭാഗം. ആ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ മുകളിലേക്ക് വരയ്ക്കുന്ന ഈ വരയാണ് എന്ത്? റേഡിയസ് എന്ന് പറഞ്ഞാൽ. ഇതെന്താണ്? റേഡിയസ്. ഇനി റേഡിയസ് അഥവാ ആരം. ഇനി ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന ഈ മൊത്തം ഭാഗത്തിന് എന്താ പറയുക? ഡയാമീറ്റർ അഥവാ വ്യാസം. ഇനി സർക്കിളിന് മുകളിൽ സെൻറ്ററിൽ കൂടെ അല്ലാണ്ട് ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ ചെരിച്ച് വരയ്ക്കാം. ഇത് നമ്മൾ എന്താ പറയുക? ഇതിനെ കോഡ് അഥവാ ഞാൻ എന്ന് പറയും. ഇതാണ് ഒരു സർക്കിളിൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഒരു സർക്കിൾ വരയ്ക്കാനുണ്ട്. ആ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു എന്ത് വരയ്ക്കണം? സർക്കിള് വരയ്ക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കുക? സ്കെയിൽ എടുക്കുക, കോമ്പസിൽ 2.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യുക? ഒരു സർക്കിൾ എന്ത് ചെയ്താൽ മതി? വരച്ചാൽ മതി. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞ് സെൻറ്റർ മാർക്ക് ചെയ്യുക. റേഡിയസ് എത്ര ഉണ്ടായിരിക്കും? റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. 2.5 സെൻറ്റിമീറ്റർ. നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് വരച്ച് നോക്കുക. അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന ഒരു ചോദ്യം. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻ യു ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.25 സെൻറ്റിമീറ്റർ ലൈക്ക് ദിസ്. നമുക്ക് വരയ്ക്കേണ്ടത് 2.25 സെൻറ്റിമീറ്റർ റേഡിയസ് ആയിട്ട് വരുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. ആ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തറിയില്ല? ഈ സ്കെയിലിൽ 2.25 സെൻറ്റിമീറ്റർ എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 2.25ൻ്റെ ഇരട്ടി എടുക്കുക, അല്ലെങ്കിൽ 2.25 2 പ്രാവശ്യം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടുക? 4.5. സംശയം ചെയ്ത് കാണിക്കാം. 2.25 പ്ലസ് 2.25 0 1 5 4.5. അപ്പോൾ ആദ്യം നമ്മൾ ബൈസെക്ടേഴ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈസെക്ടർ ഉപയോഗിച്ചിട്ട് വരച്ച് പഠിക്കാൻ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 4.5 സെൻറ്റിമീറ്ററിൽ ഒരു ലൈന് വരയ്ക്കുക. എത്ര സെൻറ്റിമീറ്റർ ആണ്? 4.5 സെൻറ്റിമീറ്റർ. ഇനി ആ സെൻറ്റിമീറ്ററിനെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് എന്ത്? ബൈസെക്ടർ ആദ്യം എന്ത് ചെയ്യുക? വരയ്ക്കുക. പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ബൈസെക്ടർ വരയ്ക്കുക. പരസ്പരം കൂട്ടി യോജിപ്പിക്കുക. ഇപ്പം എന്തായി? ഈ ഓരോ സൈഡും എത്ര ഉണ്ടായിരിക്കും? 2.25 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. ഇനി കോമ്പസ് എടുക്കുക. സർക്കിൾ സെൻറ്ററിൽ നിന്ന് ഈ റേഡിയസ് എന്ത് ചെയ്യുക? മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? സർക്കിൾ വരയ്ക്കുക.
സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ മുകളിലേക്ക് വരയ്ക്കുന്ന ഈ റേഡിയസിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2.25 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞു നമ്മൾ റേഡിയസ് എന്ന് പറഞ്ഞ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ മുകളിലേക്ക് ഇതെന്താണ്? ഡയാമീറ്റർ. റേഡിയസിൻ്റെ ഇരട്ടി ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ. റേഡിയസ് എത്രയാണോ അതിൻ്റെ ഇരട്ടി, അത് രണ്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ റേഡിയസ് ഡയാമീറ്ററായി. ആ ഡയാമീറ്ററിൻ്റെ പകുതിയാണ് എന്തെന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാനൊരു ഫിഗർ ഉണ്ട്. സർക്കിൾ വരച്ച് ഡയാമീറ്റർ കാണിച്ചിട്ടുണ്ട്, കോഡുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ 3 പോയിന്റുകൾ പറയുന്നുണ്ട്. ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഡയാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഓഫ് ദി റേഡിയസ്, റേഡിയസിൻ്റെ ഇരട്ടിയായിരിക്കും. കോഡ് ത്രൂ ദ സെൻറ്റർ, അതായത് സർക്കിൾ സെൻറ്ററിൽ കൂടെ പോകുന്ന ഒരു കോഡായിരിക്കും അത്. അത് മാത്രമല്ല മാക്സിമം ലെങ്ത്തും ആയിരിക്കും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 151 ചെയ്യാനുള്ള ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.75 സെൻറ്റിമീറ്റർ. പേജ് നമ്പർ 151 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ: ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.75 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക? 2.75ൻ്റെ ഇരട്ടി എടുക്കുക, ഡബിൾ എടുക്കുക. അതായത് ഒന്നെങ്കിൽ 2.75 ഇൻറ്റു 2 ചെയ്യുക, അല്ല എങ്കിൽ 2.75 പ്ലസ് 2.75 ചെയ്യുക. ആഡ് ചെയ്ത് നോക്കാം. 10ന് 0, ബാക്കി 1, 7 14 1 15 5, ബാക്കി 1, 2 2 4 1 5. അപ്പോൾ എത്രയാണ്? 5.5 സെൻറ്റിമീറ്റർ. നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക? ആദ്യം 5.5 സെൻറ്റിമീറ്ററിൽ ഒരു ലൈന് വരയ്ക്കുക. 5.5 സെൻറ്റിമീറ്ററിൽ ഒരു ലൈന് മാർക്ക് ചെയ്ത് 5.5 സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യുക? ഈ ലൈന് ബൈസെക്ടർ വരയ്ക്കുക. പകുതിയിൽ കൂടുതലെടുത്ത് ബൈസെക്ടർ മാർക്ക് ചെയ്യുക. ബൈസെക്ടർ വരയ്ക്കുക. ഇനി ഈ ഓരോ ഭാഗം എത്രയായിരിക്കും? 2.75 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. ഇനി ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ റേഡിയസ് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. അളന്നിട്ട് എന്ത് ചെയ്താൽ മതി? റേഡിയസ് അളന്നതിന് ശേഷം ഒരു സർക്കിള് വരയ്ക്കുക. അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഈ റേഡിയസ് എന്ത് ചെയ്യുക? അളക്കുക. ഈ റേഡിയസ് മെഷർ ചെയ്തിട്ട് ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു സർക്കിള് വരയ്ക്കുക. സർക്കിള് വരയ്ക്കുക. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയായി? 2.75 സെൻറ്റിമീറ്റർ വരുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇതാണ് പേജ് നമ്പർ 151 ഒന്നാമത്തെ ചോദ്യം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോ ദ പിക്ചർ ബിലോ. താഴെ പറഞ്ഞിരിക്കുന്ന ഫിഗർ നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. 2 ഫിഗർ ഉണ്ട്. നമുക്ക് ആദ്യത്തെ ഫിഗർ നോക്കാം. ഇതാണ് ഫസ്റ്റ് ഫിഗർ. ആദ്യം എന്താണ് കാണിക്കുന്നത്? ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. സ്ക്വയറിൻ്റെ സൈഡ്സ് എത്രയാണ്? 4.5 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ ചോദ്യം വരയ്ക്കാം. രണ്ടാമത്തെ ചോദ്യം വരയ്ക്കാനായിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? 4.5 സെൻറ്റിമീറ്ററിൽ ഒരു സ്ക്വയർ വരയ്ക്കുക. ആ സ്ക്വയർ വരയ്ക്കുന്നതിന് മുന്നേ തന്നെ ഈ ഓരോ വശങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുക? ഒപ്പം വരച്ചതിന് ശേഷം വരച്ചാലും കുഴപ്പമില്ല, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. അപ്പോൾ ആദ്യം 4.5 സെൻറ്റിമീറ്ററിൽ ഒരു സ്ക്വയർ വരച്ചു.
4.5 സെൻറ്റിമീറ്റർ സ്ക്വയർ വരച്ചു. ഇനി എല്ലാ വശങ്ങൾക്കും എന്ത് വരയ്ക്കണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. കാരണം ഈ വശങ്ങളുടെയൊക്കെ നീളം 4.5 അതിൻ്റെ സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെമി സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഒരു ആർക്ക് വരയ്ക്കുക. ആർക്ക് വരച്ചിട്ട് അതിൻ്റെ എന്ത് ഭാഗം? സെൻറ്റർ പോയിന്റ് ഈ സൈഡിൻ്റെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ സെൻറ്റർ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഈ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അളന്നിട്ട് എന്ത് വരയ്ക്കുക? ഒരു സെമി സർക്കിൾ വരച്ച്. അപ്പോൾ നമുക്ക് താഴത്തെ വശം കിട്ടി. ഇനി ഇതുപോലെ ഈ വശങ്ങൾക്കും എന്ത് ചെയ്യണം? നമ്മൾ വരയ്ക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പകുതിയിൽ കൂടുതലെടുത്ത് ഇവിടെ വരയ്ക്കുക. ഒപ്പം ഇവിടെ വരച്ച് ഈ രണ്ട് വശത്തും എന്ത് ചെയ്യുക? വരയ്ക്കുക. രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച്. ഇനി ഈ ലെങ്ത്ത് മെഷർ ചെയ്തിട്ട് ഒരു സെമി സർക്കിള് വരയ്ക്കുക. അപ്പോൾ ഈ രണ്ട് പോയിന്റും കൂട്ടിമുട്ടി. ഇനി ഈ വശത്തിനും അതുപോലെ എന്ത് ചെയ്യുക? ബൈസെക്ടർ വരയ്ക്കുക. കുറേ ലൈൻസ് ഉണ്ടാവും, ശ്രദ്ധിച്ച് വരയ്ക്കുക. രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. നമുക്ക് ഓൾറെഡി ഇവിടെ വരച്ചപ്പോൾ കിട്ടി. അപ്പോൾ ഈ ലൈൻ എന്ത് ചെയ്യുക? കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാലും നമുക്ക് ഇത്രയും മാർക്കുകൾ കോയിൻസൈഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. എന്ത് ചെയ്യുക? സെമി സർക്കിൾ വരയ്ക്കുക. അതേപോലെ ഇവിടെയും കിട്ടും. അതിന് എന്ത് ചെയ്യുക? സെമി സർക്കിള് വരയ്ക്കുക. സെമി സർക്കിൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഫിഗറിൽ പറഞ്ഞ പോലത്തെ ചിത്രം കിട്ടും. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇത്രയും എന്താണ് ആകെ കുറേ ആർക്കുകളെ പോലെ തോന്നുന്നുണ്ട് എങ്കിൽ ഈ മേലത്തേനും ഈ വശത്തിനും മാത്രം എന്ത് ചെയ്യുക? ബൈസെക്ടർ വരച്ച് കഴിഞ്ഞ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ഓരോ വശത്തിൻ്റെയും സെൻറ്റർ പോയിന്റ് കിട്ടും. ഇതൊന്ന് വരച്ച് കാണിക്കാം. ഇനി നമ്മൾ ഈ 4.5 സെൻറ്റിമീറ്ററിൽ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? സ്ക്വയർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും രണ്ട് വശങ്ങൾക്ക് ബൈസെക്ടർ വരയ്ക്കുക. ഏതെങ്കിലും രണ്ട് വശങ്ങൾക്ക് ബൈസെക്ടർ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഇനി ഈ വശത്തിനും ബൈസെക്ടർ വരയ്ക്കുക. ഈ വശത്തിനും ബൈസെക്ടർ വരയ്ക്കുക. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നീട്ടി വരയ്ക്കുക. അപ്പോൾ സെൻറ്റർ കിട്ടി. ഇനി ഓരോ വശത്തിനും ഈ അളവിൽ ഈ ഡയാമീറ്ററിൻ്റെ റേഡിയസിൻ്റെ അളവിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ കടന്ന് പോകുന്ന രീതിയിൽ സെമി സർക്കിൾ വരയ്ക്കുക. സെമി സർക്കിൾ വരയ്ക്കുക. സെമി സർക്കിൾ വരയ്ക്കുക. എന്ത് ചെയ്യും? നമുക്ക് അപ്പോഴും ഈ ഫിഗർ കിട്ടും. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോലെ രണ്ട് ഭാഗത്തിന് ഓറഞ്ച്, പച്ച, മഞ്ഞ കളറുകൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഫിഗറൊക്കെ എന്ത് ചെയ്യാം? വരച്ചു തുടങ്ങാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.